ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് നട്ടെല്ല് സംബന്ധമായ രോഗത്തിലായിരിക്കുന്നവർക്കും അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായൊരു വചനമാണല്ലേ. ദൈവത്തിൻ്റെ പ്രീതി നേടി എന്നാണ് പറയണത്. മോശയെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. മോശ ദൈവത്തിന് ഏറ്റവും സ്നേഹമുള്ള ഒരു പ്രവാചകനായിരുന്നു, വിശ്വസ്തനായ ഒരു പ്രവാചകനായിരുന്നു. ദൈവത്തിന് വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആ പ്രവാചകനായ മോശയോട് ദൈവം പറയുകയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് ചെയ്യും. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മോശ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നൊക്കെ മോശ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വാക്ക് കേട്ടിട്ട് പിതാവായ ദൈവം പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ചെയ്യും. കാരണം എന്താ? നീ എൻ്റെ പ്രീതി നേടിയവനാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രീതി നേടുക വളരെ നിസ്സാരമായൊരു കാര്യമല്ല. അതിനുവേണ്ടി പ്രാർത്ഥന വേണം, ത്യാഗമായ ഒരു വിശ്വാസം ഉണ്ടാകണം, ഉപവാസവും പ്രാർത്ഥനയും, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേരുമ്പോഴാണ് ഈ ഒരു കൃപ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നിയോഗം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കാനായിട്ട് ഈ വചനം കേൾക്കുന്ന, ഈ ടോക്ക് കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.